സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനൽ ഏതാനും മണിക്കൂറുകൾക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സ്പെയിൻ വേഴ്സസ് അർജൻറ്റീനയാണ് കളി. ഒന്നും പറയില്ല, അസാധ്യ കളി തന്നെയായിരിക്കും. ഈ കളിയിൽ എന്താ പറയുക, ഞാൻ മറ്റേ സിനിമയിലൊക്കെ ക്ലൈമാക്സ് പോലെയാണ് പറയാൻ പോകുന്നത്. അതായത് പ്രഡിക്ഷനൊന്നുമില്ല. നമ്മുടെ മെസ്സിബോയുടെ ചെക്കൻ്റെ ലാസ്റ്റ് ഡാൻസ് എല്ലാവരും കാണുക, ആ 90 മിനിറ്റ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കളി ആസ്വദിക്കുക. അതിനുശേഷം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 30 മിനിറ്റ് കൂടെ അദ്ദേഹത്തിൻ്റെ കളിയും അർജൻറ്റീന ആയാലും സ്പെയിൻ്റെ ആയാലും കളി ആസ്വദിക്കുക. ഷൂട്ടൗട്ട് ആണെങ്കിൽ ഷൂട്ട്, ആരെങ്കിലും ടീം ജയിച്ചു, ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. ഇതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആയിരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കളി എന്താ പറയുക, വേൾഡ് കപ്പിന് കാണാൻ പറ്റുമെന്നില്ല യാതൊരു ഉറപ്പുമില്ല. മെസ്സി ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. 4 വർഷം കഴിഞ്ഞും ഇതേ ഫിറ്റ്നസ്സോടുകൂടി ഇതേപോലത്തെ ഒരു കളി കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷേ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കളി നമ്മൾ മാക്സിമം കണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. ആര് ജയിച്ചാലും തോറ്റാലും മെസ്സി ജയിക്കണം എന്നല്ല, അർജൻറ്റീന ജയിക്കണം തന്നെയാണ് എൻ്റെ അതിയായ ആഗ്രഹം. പക്ഷേ എന്നാലും എന്തായാലും, കാരണം സ്പെയിൻ അസാധ്യ ഒരു ടീം തന്നെയാണ്. സ്പെയിന് ഈ കളിയിൽ 75% സ്പെയിനും 25% മാത്രമേ അർജൻറ്റീനയ്ക്ക് ചാൻസ് ഉള്ളൂ. പിന്നെ കളിക്കടയിൽ വെച്ചിട്ട് മെസ്സി പോലെ ആരെങ്കിലും എന്താ പറയുക ദേഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്താൽ മാത്രം അതോടുകൂടി കംപ്ലീറ്റ്ലി കളി മാറും. സ്പെയിൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല. റാമോസ് ഓൾറെഡി അങ്ങനെ ഫുൾ ടീമിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാർഷലിനെ മുമ്പ് നേരത്തെ പറയാം, ആർമയിൽ കളിച്ചിട്ടുള്ള പല മിഡ്ഫീൽഡേഴ്സും പല ഹെവി ഡിഫൻഡേഴ്സും പറഞ്ഞുള്ള കാര്യമാണ്, നിങ്ങൾ മെസ്സി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, മെസ്സിയുടെ ഒന്നും പോയി പറയാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ കളി കളിച്ച് അങ്ങനെ വെക്കോട്ടെ, ദയവ് ചെയ്ത് ഒരിക്കലും അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു മോണിസ്റ്ററായി മാറും എന്ന് ആ ഒരു സാധനം ആരെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല. അതിന് സ്കലോണി എന്നെ ആ ഒരു ഇത് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒരു ബൂസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാലും കളി മാറാം. എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഹാഫ് 0-0 പോകാനുള്ളതാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് 2 ടീമും കളി ഇറങ്ങത്തുള്ളൂ. അതിനു മുമ്പ് ഒരു ടീം അടിക്കുവാണെങ്കിലും കളി അതുപോലെ മാറും. സ്പെയിൻ 2-0 2-0 അപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അർജൻറ്റീനയ്ക്ക് ബോൾ കിട്ടാനുള്ള സാധ്യതയും ഭയങ്കര കുറവാണ്. എന്തായാലും നമുക്ക് കളി കഴിഞ്ഞ് വിശേഷമായിട്ട് കാണാം. വാമോസ്, അതുവരേക്കും ബൈ.